ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യ മനോഭാവം അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറ്റൂല. ക്ഷേത്രത്തില് ഇപ്പോ ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വെളിയിലുള്ള മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തിന് തകർക്കാനായിട്ട് ഇതിനകത്ത് കയറി അടിയുണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 എടുത്തു വെച്ച് പലപ്പോഴും ആളുകൾ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ നിയമങ്ങൾ എല്ലാ ഇന്ത്യക്കാർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ളതാണ്. ഒരേപോലെ എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമായിട്ടുള്ള ഈ ഒരു നിയമം പ്രാവർത്തികമാക്കാൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റ് പലപ്പോഴും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഈക്വാലിറ്റി ബിഫോർ ദ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരേ രീതിയിൽ തന്നെയാണോ ഇത് നടപ്പിലാകുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. എന്തുകൊണ്ടാണ് അവിടെ ഒരേ തരത്തിൽ നിയമ നടപടികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തത്? സാധാരണ ജനത്തിന്, നിയമത്തിന് അതൊരു അസ്വാഭാവിക മരണമാണ്. അതിലെ അസ്വാഭാവികത മാറ്റേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അതിലെ അസ്വാഭാവികതകൾ മാറ്റേണ്ട ആ ഒരു നിയമ നടപടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് തടസ്സമായിട്ട് കുറെ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഈക്വലായിട്ട് എല്ലാ ആളുകളിലും നടപ്പിലാക്കേണ്ട ആ ഒരു നിയമ നടപടികളെ തടയുന്നത് മതവികാരമാണ്, അന്ധവിശ്വാസമാണ്. ഇന്ത്യയിൽ അപ്പോൾ ഒരേ രീതിയിലാണോ ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്? അല്ല. ഈ റീസെൻ്റ് ആയിട്ടുള്ള പല കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ പോലും പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ അനാവശ്യമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇത്തരത്തിലുള്ള സമാധി ഡ്രാമകളെ നിങ്ങൾ അംഗീകരിക്കണം, ഞങ്ങൾ ഇന്ന മതത്തിലുള്ള ആളുകളാണ്, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു മതത്തിലെ ഭൂരിപക്ഷം ആളുകൾ അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ കൂടെ സ്റ്റേറ്റിനൊരു പേടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമീപിക്കുന്ന സമയത്ത്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ആചാര സംരക്ഷകൻ, സംസ്കാര സംരക്ഷകൻ, തന്ത്രി കുടുംബത്തിൽപ്പെട്ടയാൾ എന്നൊക്കെ അവകാശപ്പെട്ട ഒരാൾ കേരളത്തിൻ്റെ മുഴുവൻ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തിൽ ചില മാന്യതകൾ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അതേ വ്യക്തി എന്തെങ്കിലും കമന്റ് പറയുമോ? ഇന്ത്യയിൽ ഒരു വലിയ കൂട്ടം ആളുകൾ പരസ്യമായി നഗ്നതാ പ്രദർശനം ആചാരത്തിന്റെ ഭാഗമായി നടത്തുന്ന കുംഭമേളയെ കുറിച്ചിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് പൂർണ്ണ നഗ്നരായി വഴിയിൽ കൂടെ ഇറങ്ങി നടക്കാം, നഗ്നതാ പ്രദർശനം നടത്താം, ഏത് തരത്തിലുള്ള വൈകൃതങ്ങളും കാണിക്കാം. അവിടെ ഒരേ തരത്തിൽ നിയമം നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സ്വതന്ത്രരായിട്ട് ഏതെങ്കിലും കൂട്ടത്തിന്റെ ഭാഗമല്ലാത്ത ആളുകൾക്കാണ് നിയമം ഒരേപോലെ ഉള്ളത്. ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായിട്ട് വികാരം ഇങ്ങനെ തള്ളാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിയമം ഒരേപോലെ അവിടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് സമാധിയൊന്നുമല്ല. നമ്മൾ സമാധി സ്ഥലം എന്ന് പറയുകയും വേണ്ട. സ്വാഭാവിക മരണം നടന്നൊരു സ്ഥലമാണ്. ഒരാൾ ആരും അറിയാതെ മറവ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. സമാധാനത്തിന് വേണ്ടി സന്താനങ്ങൾ സമാധി ആക്കിയതാണോ എന്നുള്ള ഡൗട്ടും പല ആളുകൾക്കുണ്ട്. പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ അസ്വാഭാവികമായിട്ട് മരണപ്പെടുന്ന സമയത്ത് കൃത്യമായി സ്റ്റേറ്റ് അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. നിയമം എല്ലാവർക്കും തുല്യമാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ഒരു സമാധി സ്ഥലം പൊളിച്ച് ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുള്ള കുറേയധികം തടസ്സങ്ങൾ പല ആളുകളും ആരോപിക്കുന്നുണ്ട്. മതവികാരമാണ് പ്രധാനപ്പെട്ടതായി എടുത്തിടാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ പ്രമുഖ ഹിന്ദു ആചാര്യന്മാരൊക്കെ ഈ ഒരു മരണത്തിൽ അസ്വാഭാവികത ആരോപിക്കുന്നുണ്ട്. ഇത് മത ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ അതിനെ നോക്കിക്കാണുന്നത്. ഒരേപോലെ അസ്വാഭാവികവും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു സംഘർഷ അവസ്ഥയ്ക്കിടയിൽ നടന്നു. മുന്നേ തന്നെ പ്രീപ്ലാൻ ചെയ്തു വെച്ചതുപോലെ ഈ ഒരു പ്രശ്നത്തെ ഇങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ള ഒരു ചിന്ത വെച്ചുകൊണ്ടെന്നതുപോലെ ഈ ഗോപൻ സ്വാമിയുടെ മക്കൾ ഹിന്ദു വികാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തിടുകയുണ്ടായി. അതേപോലെ തന്നെ ചുറ്റും കൂടി നിന്ന ചില ആളുകൾ ഈ ഒരു പ്രശ്നത്തെ വർഗീയമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചതും നിങ്ങൾ കേട്ടതാണ്. ഒന്ന് കേട്ടു നോക്കുക ഈ ഒരു വീഡിയോ. ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമൊന്നുമല്ല. ഒരേ രീതിയിൽ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ചില ജന്തുക്കൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ്. രഞ്ജിത്ത് സാർ വിളിച്ചപ്പോൾ രഞ്ജിത്ത് സാർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് മാത്രമേ അവർക്ക് തീരുമാനങ്ങളും എല്ലാം എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ ഇഷ്ടപ്രകാരം ഇതൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ
വരുമ്പോൾ ഹിന്ദു ഐക്യവേദി അത് അവരുമായിട്ട് തീരുമാനം എടുത്തിട്ട് വേണം എല്ലാ കാര്യങ്ങളായിട്ട് ചർച്ചകൾ നടന്ന്, പക്ഷെ അവരിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. പിന്നെ നോട്ടീസിന്റെ കാര്യം എനിക്കറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞ ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അവർ ഒരു തീരുമാനം എടുക്കട്ടെ, ബാക്കി സമ്മതിക്കുന്നത് കാര്യം അത് പിന്നെ ഹിന്ദു ഐക്യവേദിയായിട്ട് തീരുമാനം എടുക്കട്ടെ. ആരോടും പറയാതെ ആരും അറിയാതെ അപ്പനെ മറവ് ചെയ്ത ഒരാൾ സമാധി സ്ഥലമെന്ന് മറവ് ചെയ്ത സ്ഥലത്തെ വിളിക്കുകയാണ്. അത് അസ്വാഭാവിക മരണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്ന ഒരു സംഗതിയാണ്. പിടിക്കപ്പെടും എന്ന് ആയ സമയത്ത് മതവികാരം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു വിക്ടിം കാർഡ് ഇറക്കി കിടക്കുകയാണ്. ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ ഒപ്പം നിൽക്കാനായിട്ട് മതഭ്രാന്തുള്ള ധാരാളം ആളുകളുണ്ട് എന്ന് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളാണ് മുന്നേ നമ്മൾ കണ്ടത്. സാധാരണ ജനം എപ്പോഴും പരാതിപ്പെടുന്ന ഒരു സംഗതിയാണ്, നിയമം പല ആളുകളെയും പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ഈ സാധാരണ ജനത്തിൽ തന്നെ പെട്ട ആളുകൾ അത്തരത്തിൽ നോക്കിക്കാണാൻ വേണ്ടിയാണ് നിയമ സംവിധാനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഹിന്ദുവിനെ ഈ രീതിയിൽ നോക്കിക്കാണണം, ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ ആ രീതിയിൽ നോക്കിക്കാണരുത്, മുസ്ലിങ്ങളെ ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിക്കാണണം, ഞങ്ങളുടെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് അവരിൽ ചില ആളുകൾ അവകാശപ്പെടുന്നു. ക്രിസ്ത്യാനികൾ അങ്ങനെ അവകാശപ്പെടുന്നു. അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ അവകാശപ്പെടുന്നു. ബോച്ചെ പോലുള്ള വ്യവസായികളെ വേറൊരു രീതിയിൽ നോക്കിക്കാണണമെന്ന് ചില ആളുകൾ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ എല്ലാ ആളുകളെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നോക്കിക്കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നിയമം പ്രോപ്പറായിട്ട് നടപ്പിലാവുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ മരിച്ചതാണോ കൊന്നതാണോ എന്നുള്ളത് അറിയില്ല. അയാളെ മറവ് ചെയ്ത ഒരാൾ, ആരും അറിയാതെ മറവ് ചെയ്ത ഒരാൾ ഇപ്പോഴും ചാനൽ ചർച്ചകളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോണിന്റെ മറുതലക്കിൽ അദ്ദേഹം റെഡിയാണ്. ഒരു ഇന്ത്യൻ പൗരനെ ആരും അറിയാതെ മറവ് ചെയ്ത ഒരാളെ ശരിക്കും സാധാരണ രീതിയിൽ നിയമം അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. വേറെ ഏതെങ്കിലും കേസിലാണെങ്കിൽ ഇതിനകത്ത് ഈ മതവും അമ്പലവും സമാധിയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അച്ഛൻ എന്ന് പറയുന്ന ഒരു റോളൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, താനാണ് മറവ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഈ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ അസ്വാഭാവികത ഇല്ല എന്ന് തെളിയുന്ന സമയത്ത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇയാൾ കുറ്റക്കാരനല്ലാതെ ആവുന്നത്. എന്നാലും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരാൾ മരിക്കുകയാണ്, പ്രായാധിക്യം കൊണ്ട് മരിക്കുകയാണ്, അസുഖങ്ങളാൽ മരിക്കുകയാണ്. മിനിമം മറവ് ചെയ്യുന്നതിന് മുൻപ് ലോക്കൽ അതോറിറ്റി എങ്കിലും അറിയിക്കേണ്ടതുണ്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരാൾക്ക് വേണ്ടതുണ്ട്. അല്ലാതെ നാളെ മുതൽ അയാളെ കാണാതാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മാൻ മിസ്സിംഗ് ആണ്, അയാളെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അല്ല, ഇയാൾ അസ്വാഭാവികമായിട്ട് ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ സ്വയം മരണം വരിക്കുകയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആ ഒരു ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറേയധികം നടപടികളുണ്ട്. നാളെ മുതൽ ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്ന് സമാധിയാക്കി കഴിഞ്ഞാൽ നിയമം എങ്ങനെ അതിനെ കൺസിഡർ ചെയ്യും? നിയമം എങ്ങനെ ഇവിടെ പ്രോപ്പറായിട്ട് നടപ്പിലാക്കപ്പെടും? അതുകൊണ്ട് തന്നെ ഈ മതവികാരമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ നിയമത്തിൻ്റെ രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ നോക്കിക്കാണുക. അതേപോലെ തന്നെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നരബലിയൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ സമാധിയാക്കിയതാണ്, കുഴിച്ചിട്ടതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസം, വിശ്വാസം എന്നിങ്ങനെയൊന്നും തരംതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ, ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ നിയമത്തിൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുക. നിയമം അതിൻ്റെ മുകളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമാനുസൃതമായിട്ടൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ചുമ്മാ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാണിച്ച് ഒരു മതത്തിൻ്റെ പേരും പറഞ്ഞ് മതവികാരം, ആചാരം എന്നൊക്കെ പറഞ്ഞ് വേറെ ഏതെങ്കിലുമൊക്കെ മതവിദ്വേഷം പ്രചരിപ്പിച്ച് ചുമ്മാ തോന്നിയാസം അങ്ങോട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവണം. മാതൃകാപരമായിട്ട് ഈ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യണം. ഒരു ദാക്ഷിണ്യവും വിചാരിക്കാതെ ആ ഒരു മൃതശരീരമൊക്കെ പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് സ്റ്റേറ്റ് പറഞ്ഞു കൊടുക്കണം. കാരണം ഇതിൽ ഒത്തിരിയധികം അസ്വാഭാവികതകളുണ്ട്. ഇതിലിനിയിപ്പോൾ ആളുകൾ നേരിട്ട് വന്ന് പരാതി ഉന്നയിച്ച് വലിയ പ്രശ്നമാക്കിയെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റേറ്റ് സ്വമേധയാ ഇതിൻ്റെ അസ്വാഭാവികത മാറ്റേണ്ടതാണ്. നന്ദി.